രചന ഷഹന ഹബീബ്. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോളെ ഫെബി എഴുന്നേൽക്ക്. പെണ്ണെ നിന്നെ ഞാനീ വിളിക്കുന്നു. എന്താണമ്മ ഉറങ്ങാനും സമ്മതിക്കൂലേ എന്ന് പറഞ്ഞ് ഫെബി പുതപ്പെടുത്ത് തലയിലേക്ക് മൂടി പിന്നെ ഉറങ്ങാൻ തുടങ്ങി. നല്ല കാര്യം, നല്ലോണം ഉറങ്ങിക്കോ, അതാ നല്ല. കോളേജ് ഉറക്കുന്ന അന്ന് തന്നെ ലീവായിക്കോ എന്നും പറഞ്ഞ് ഉമ്മ അടുക്കളയിലേക്ക് പോയി. ഉമ്മ പറഞ്ഞ നേരാണല്ലോ, ഇന്നലെ കോളേജ് ഉറക്കുന്നേ. അതും പറഞ്ഞ് ചാടി എനിക്ക് ഫ്രഷ് ആവാൻ പോയി. പിന്നെ പെട്ടെന്നായിരുന്നു ഒരുക്കങ്ങൾ. റെഡിയായി ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടി. ഉമ്മ എന്താണ് ഫെബി, ചായ എടുത്തു വെക്കും ഉമ്മ. ആ മേശമേലതാ എടുത്തു വെച്ചിക്ക്. അതും കുടിച്ച് ഉമ്മാനോട് സലാം പറഞ്ഞ് സ്കൂട്ടി ഓടിച്ച് അവൾ പോയി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആരാണെന്നല്ലേ. ഞാൻ ഫെബിന അഹമ്മദ്. അഹമ്മദിന്റെ ഉപ്പയാണ് കേട്ടോ. ഉമ്മാന്റെ ഉപ്പാന്റെ ഒറ്റ സന്തതിയാണ്. അതുകൊണ്ട് അതിൻ്റെതായ കുരുത്തക്കേടുകളുണ്ട്. ബാക്കി എന്താന്ന് നിങ്ങൾ കണ്ടോളി. അങ്ങനെ നമ്മുടെ ഫെബി ഓരോന്ന് ആലോചിച്ച് കോളേജിലെത്തി. വണ്ടി ഒരു മരത്തണിൽ പാർക്ക് ചെയ്ത് ക്ലാസ് തപ്പിപ്പോയി. പെട്ടെന്ന് തന്നെ ക്ലാസ് കണ്ടെത്തി അവിടെ ചെന്നിരുന്നു. ഫെബി പെട്ടെന്ന് തന്നെ എല്ലാവരോടും കൂട്ടായി. അങ്ങനെ കോളേജിൽ പോയി തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇപ്പം ഫെബി മാത്രമല്ല, അവർ 4 പേരായി. അശ്വതി, അവർണ, മുന്താസ്, പിന്നെ നമ്മുടെ ഫെബി. 4 ആൾ ഒരു ദിവസം ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോൾ വാഗമരച്ചോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റിനടുത്തായി നിൽക്കുന്ന ചെക്കനിലേക്കായി ഫെബിയുടെ നോട്ടം. ഇങ്ങനെയൊന്ന് വായി നോക്കല്ലേ പെണ്ണെ, മുന്താസ് പറഞ്ഞു. ഓന്റെ ഗ്ലാമർ ഉണ്ട് ആരെങ്കിലും നോക്കാണ്ടിരിക്കുക എൻ്റെ മുന്താസേ. നൈ പോയി അവനെ കെട്ടിക്കോ. അതിന് ഫെബി ഒന്ന് വിളിച്ച് കാണിച്ച്. നിങ്ങൾക്ക് രണ്ടാക്കും എന്താ പ്രശ്നം? അശ്വതി ഇടക്കേറി. ഒന്നുമില്ല എൻ്റെ മോളെ, എന്നാലേ എനിക്കിപ്പോൾ ഒരു ചായ കുടിക്കണം, അപർണ പറഞ്ഞു. ആ ബെസ്റ്റ്, ചായ കുടിക്കാൻ പറ്റിയ സമയം. അപ്പോഴും ഫെബിയുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു. അവൻ്റെ ആ കുഞ്ഞിക്കണ്ണുകളും പാകത്തിൽ ഒതുക്കി വെച്ച മുടിയും കട്ടത്താടി. പടച്ചോനെ, ഇതൊരു ഗ്ലാമർ ആ ചെക്കന്, ഫെബി മനസ്സിൽ പറഞ്ഞു. മതിമോളെ വെള്ളർക്കിയത്, മുന്താസ് പറഞ്ഞു. അപ്പോഴത്തെ ഫെബിയുടെ ചമ്മിയ ചിരിയൊന്ന് കാണേണ്ടതായിരുന്നു. അങ്ങനെ 4 പേരും ക്യാൻറ്റീനിലേക്ക് പോയി. ചായ കുടിച്ച് ക്ലാസ്സിൽ തിരിച്ചെത്തി. ഇംഗ്ലീഷ് അല്ലടി അവർ, അശ്വതി ചോദിച്ചു. അതിന് രാഹുൽ മറുപടി പറഞ്ഞു. സാർ 1 മാസത്തേക്ക് ലീവാണെന്നല്ലേ പറഞ്ഞ്. അതും പറഞ്ഞ് 4 പേരും പിന്നെയും കത്തിയടി തുടങ്ങി. പെട്ടെന്ന് പ്രിൻസി ക്ലാസ്സിലേക്ക് വന്നു. സ്റ്റുഡൻസ് സൈലന്റ് പ്ലീസ്. പിന്നെ രാഹുൽ സാറിന് പകരം പുതിയ സാറ് വന്നിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോൾ ക്ലാസ്സിലേക്ക് വരും. അതും പറഞ്ഞ് പ്രിൻസി അവിടെ നിന്നും പോയി. രാഹുൽ സദാശിവൻ സാറിനെ പോലെ തന്നെ ഏതൊക്കെ ഇളവൻ തന്നെയായിരിക്കും ഇനിയും വരിക, അപർണ പറഞ്ഞു. ആര് വന്നാലെന്താ, നമുക്ക് പഠിച്ചാൽ പോരെ, അശ്വതി ചോദിച്ചു. ഫെബി എന്താ മുന്താസേ, ആരാ വരുന്നേ നോക്കിയേ. എൻ്റെ വാപ്പ കരീമാണോ? പോടി പുല്ലേ, എൻ്റെ വാപ്പാനെ പറഞ്ഞാലുണ്ടല്ലോ. സോറി മുത്തേ, ഈ പറ ആരാ വരുന്നേ? ഈ നേരത്തെ വായി നോക്കി ആ ചെങ്ങായി നമ്മളെ ക്ലാസ്സിലേക്ക് വരുന്നു. അതിന് ഞാനെന്ത് വേണം? ഫെബി ചോദിച്ചു. ഒന്നും വേണ്ടേ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് ക്ലാസ് മുഴുവൻ സൈലൻ്റായി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഐ എം ഷാനിൽ, നിങ്ങളുടെ ഇംഗ്ലീഷ് സാറിന് പകരം വന്നതാണ്. ഇതൊക്കെ കേട്ട് ഫെബിനെ വായുമ്പോൾ ചിരിക്കുകയാണ്. അപ്പോൾ മുന്താസിൻ്റെ ഒരു കൗണ്ടർ. തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലേ ഫെബിയെ, നീ ഒന്ന് പോടി ഉരുപ്പേ, ഫെബി പറഞ്ഞു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം, നാളെ മുതൽ ക്ലാസ് തുടങ്ങാം. ഷാനിൽ സാറ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഫെബിയുടെ ഹൃദയമല്ലാതെ മിടിക്കും. സാറിലേക്ക് കൂടുതൽ അടുക്കാൻ അവളുടെ മനസ്സൂതിക്കും. അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി. മോളെ ഫെബി, എന്താ ഉമ്മ ഒരു ഞായറാഴ്ച പോലും കടന്നുറങ്ങാൻ സമ്മതിക്കൂലേ ഉമ്മ? ഈയോ പറയുന്ന കേട്ടാ തോന്നും എന്ന് രാവിലെ നേരത്തെ എണീറ്റ് പണികളൊക്കെ തീർത്തിട്ടായി ഈ കോളേജിലേക്ക് പോവലെന്ന്. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു, ചോദിച്ചു വാങ്ങി. കിന്നാരം പറയാമെന്ന് വേഗം എണീക്ക് പെണ്ണെ, അന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഇന്നെയോ? അല്ലമ്മ, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എന്നെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞേ? എന്താ അവള് 2 ആളും കൂടി രാവിലെ തന്നെ. പടച്ചോനെ വാപ്പ. ഫെബി വേഗം എണീറ്റ് ബാത്റൂമിലേക്ക് ഓടി കയറി വേഗം ഫ്രഷായി വന്ന് ചായ കുടിച്ചു. മോളെ വേഗം പോയി റെഡി ആയിക്കോ, ഓലിപ്പോൾ എത്തും. ആര്? അന്നെ പെണ്ണ് കാണാൻ വരുന്നോല്. ചെക്കൻ അന്നെ മുന്നേ കണ്ടിക്കോലേ. അങ്ങനെ ഉപ്പാനോട് ചോദിച്ചതാ. എന്നെ കണ്ടിക്കണമെന്നോ? അതാരായിരിക്കും? ഫെബി ആലോചിച്ചു. ആലോചനയ്ക്ക് പിന്നെ ആവും ഫെബി, പോയി റെഡിയാവ്. ഫെബി റൂമിലെത്തി കുറേ ആലോചിച്ചു. ആരായിരിക്കും? ആരായെന്താ, ഇപ്പം വരുമല്ലോ, അന്നേരം കാണാം. എന്തായാലും ആദ്യത്തെ പെണ്ണുകാണല്ലേ, ഒന്ന് നല്ലോണം ഒരുങ്ങാം. മോളെ അവർ വന്നു, ഒന്ന് വേഗം വാ, ഉമ്മ പുറത്തുനിന്ന് വിളിച്ചു. ആ വരണുമ്മ. അങ്ങനെ ഉമ്മ എന്ന ചായയുമായി ഹാളിലേക്ക് പോയി. ഉപ്പ പറഞ്ഞു, ഇതാ മോളെ ചെക്കൻ. ഞാനൊന്ന് പാളി നോക്കി. റബ്ബേ, ഷാനിൽ സാറോ? ഇങ്ങനെയാണ് എന്നെ പെണ്ണാണ വന്നേ. മനസ്സിൽ 1000 ചോദ്യങ്ങൾ നിറഞ്ഞു. ഇനിയിപ്പോൾ ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കേണ്ട ഒരു സംസാരിച്ചോട്ടെ, ഉപ്പാന്റെ വക. അങ്ങനെ അവർ മുകളിലെ ബാൽക്കണിയിലേക്ക് പോയി. എന്താ മോളെ, ഞെട്ടിയോ? ഞെട്ടിയെന്നർത്ഥത്തിൽ ഞാനൊന്ന് മൂളി. ഞാൻ ക്ലാസ്സിൽ വന്ന് അന്ന് മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് വേണേ. നീ കരുതിയോടി നീ ക്ലാസ്സിൽ നിന്ന് എന്നെ നോക്കിയാൽ ഞാൻ കണ്ടില്ലാന്ന്? എല്ലാം കണ്ടിരുന്നു, ഞാനതെല്ലാം ആസ്വദിക്കായിരുന്നു. നിന്റെ ആ കള്ളനോട്ടം, ആ ചിരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിന്നെ മറ്റാരെങ്കിലും സ്വന്തമാക്കില്ലെന്ന് കരുതിയാ വേഗം നിന്റെ ഉപ്പാനോടൊന്ന് ചോദിച്ചു. എന്താ പെണ്ണേ, നിനക്കൊന്നും പറയാനില്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്നെ? എൻ്റെ ജീവനാടി നീ. എന്നാലേ നമുക്ക് പിന്നെ കാണാം. താഴെയുള്ളവർ കരുതും ഇവരെന്ത് ചെയ്യാന്ന്. അങ്ങനെ അവർ മാരേജ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അവിടെ നിന്നും പോയി.
രാത്രി കിടന്നപ്പോൾ ഫെബിയുടെ മനസ്സ് മുഴുവൻ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സാറിന് എന്നെ. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്ത്. ഹലോ ഫെബി. ഹലോ, ആരാ ഇത്? ഞാനാടോ, ഷാനിൽ. ആ, ഷാൻ സാറാണോ? എവിടെ നിന്നിട്ട് നമ്പര്? ഞാൻ മുന്താസിനോട് വാങ്ങിയ. അല്ല വേണേ, നീ എന്തെന്നെ വിളിച്ചേ? അതെ, ഷാനിക്കാന്ന് വിളിച്ചാൽ മതി കേട്ടോ. ആ, ഫെബി പറഞ്ഞു. പിന്നീടുള്ള ഓരോ രാത്രികളിലും ഫോൺ വിളികളിലൂടെ അവർ പ്രണയിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ഫെബിയുടെ കല്യാണം മുന്താസ് എല്ലാത്തിനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കോളേജിലെ സാറുമാരും ഫ്രണ്ട്സും കല്യാണത്തിൽ പങ്കെടുത്തു. ഫെബി, എന്താ കൽബേ? ധ്യാൻ്റെ മാരിനിങ് എത്തി മോളെ. അവർ വന്നോ? സ്റ്റേജിലേക്ക് തന്റെ പെണ്ണിനെ കണ്ട് ഷാനിൽ മനസ്സിൽ പറഞ്ഞു. എന്തൊരു മൊഞ്ചാ പെണ്ണ് ഈ. അങ്ങനെ ഷാനിൽ അവളുടെ കഴുത്തിൽ മഹറിയാർത്തി. ഉമ്മാനോട് ഉപ്പാനോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. ഫെബി കാറിൽ കയറി ഷാനിലിന്റെ അടുത്തായിരുന്നു. ആ യാത്രയിൽ അവളുടെ ചിന്ത ഉമ്മയും ഉപ്പയും കുറിച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ വീടെത്തി. ഫെബി കാറിൽ നിന്നിറങ്ങി വീട് നോക്കി. നല്ല ഭംഗിയുള്ളൊരു വീട്. അപ്പോഴേക്ക് ഉമ്മ വന്ന് കൈ പിടിച്ച് പറഞ്ഞു, വലതുകാലം വെച്ച് കയറിക്കോ മോളെ. പിന്നെ ആള് റൂമിൽ കൊണ്ടിരുത്തി. ആളും ബഹളും ഒഴിഞ്ഞപ്പം ഉമ്മ വന്ന് പറഞ്ഞു, മോള് ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വാ, ഭക്ഷണം കഴിക്കാം. ഫെബി ഡ്രസ്സ് മാറ്റി കുളിച്ച് ഫ്രഷായി താഴേക്ക് പോയി. മോളെ, വീട്ടിലേക്ക് വിളിച്ചീനോ? ആ ഉമ്മ. ആ, എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉപ്പിയും ഷാനിയും നേരത്തെ കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിൽ കണ്ടു ഷാനി റൂമിലേക്ക് പോകുന്നു. മോളെ, കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം പോയി കിടന്നു. നല്ല ക്ഷീണം ഉണ്ടാവും എനക്ക്. പോകുന്നേരം ഈ പാലും കൂടി എടുത്തോ. പാലും എടുത്ത് അവൾ റൂമിലേക്ക് നടന്നു. ഹൃദയം വല്ലാണ്ട് മിടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മിടിച്ചത് പൊട്ടിപ്പോലും എൻ്റെ പടച്ചോനെ. എന്താ പെണ്ണെ ഈ ആലോചിക്കുന്നത്? ഇടക്ക് കയറി വാ. ഫെബി റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. ഫെബി, എവിടെ ഇരിക്കുക പെണ്ണെ? ഫെബി അവൻ്റെ അടുത്തായിരുന്നു. അവൻ്റെ ഹൃദയം അവളോട് അടുക്കാൻ കൊതിച്ചു. അവൻ അവളുടെ കാതോരം ഒഴിഞ്ഞു. പെണ്ണെ, നിന്നെ ഞാൻ സ്വന്തമായിക്കോട്ടെ. അവൾ അതിനൊരു മൂളൽ നൽകി. അവൻ അവളുടെ മുഖം ചുംബനങ്ങളാൽ മൂടി. അവളുടെ ഓരോ അണുവിലും അവൻ ചുംബിച്ചു. എല്ലാ അർത്ഥത്തിലും ഫെബി ഷാനിലിന് സ്വന്തമായി. ആരെയും അസൂയപ്പെടുത്തുന്ന പ്രണയം നിറഞ്ഞ അവരുടെ മധുരം നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന് അവിടം തുടക്കം കുറിക്കുകയായിരുന്നു.